ഈ കുട്ടിയെ അവസാനമായി, അതായത് വൈദ്യുതി ഷോക്കേറ്റ് കിടന്ന കുട്ടിയെ അവസാനമായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ സാറ് ഇവിടെയുണ്ട്. സാറ് ഈ അവസാനം സാറാണല്ലോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഈ ഷോക്കേറ്റ സമയത്ത്. തീർച്ചയായിട്ടും സാറ് വലിയ വേദനയോടുകൂടി അവിടെ നിൽക്കുന്നതെന്ന് അറിയാം, എങ്കിലും ചോദിക്കുകയാണ്, ഈ ഒരു അവസരത്തിൽ ഒരു വിട നൽകാൻ നിങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഓക്കെ, വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. നമുക്ക് വളരെ വേദനയേറെ സംഭവമാണ്. അവൻ വളരെ മിടുക്കനായിരുന്നു, എല്ലാ കാര്യങ്ങളും ഭയങ്കരമായി ആവേശഭരിതമായി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ആ സ്പോട്ടിൽ നിങ്ങൾ ചാനലുകാർ ഉൾപ്പെടെ ഉള്ളവർ പറയുമ്പോഴും നമുക്ക് വേദന എന്ന് പറയുന്നത് ചാനലുകാർ മൊത്തം ഒന്നടങ്കം അധ്യാപകരുടെ ഭാഗത്ത് വന്ന അനാസ്ഥയാണ് എന്നുള്ള ഇതിലാണ് പറയുന്നത്. പക്ഷെ ഒരിക്കലും ഞാനിവിടുത്തെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്കത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടെന്നാൽ ആ സ്പോട്ടിൽ ഇവിടെ ഏകദേശം 6-7 അധ്യാപകരും ഉണ്ട്. പക്ഷേ ഞാനാണ് ആശുപത്രി കൊണ്ടുപോയതും. സാറിന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവന് ജീവൻ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇവിടുന്ന് മേളിൽ നിന്ന് എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അനക്കം ചെറിയ രീതിയിലുണ്ട്, കണ്ണ് തുറന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ കവളത്തടിക്കുന്നുണ്ട്, വേണ്ട രീതിയിലുള്ള സംവിധാനം എല്ലാം ചെയ്യുന്നുണ്ട്. അവന് കൃത്രിമ ശ്വാസം എന്നുള്ള സംവിധാനം നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഡോക്ടർ പറഞ്ഞു എല്ലാ ഭാഗങ്ങളിലേക്കും കറണ്ട് വ്യാപിച്ചു, അതുകൊണ്ടാണ് മരണം സംഭവിച്ചത് എന്നുള്ളതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥയും അധ്യാപകരുടെ ഭാഗത്തു നിന്നോ മനുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതല്ല, അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരു അനാസ്ഥയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ്. അവൻ്റെ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു. അത്യാവശ്യം വരയ്ക്കാൻ അറിയാവുന്ന, അവൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ നന്നായിട്ട് വരയ്ക്കാൻ അറിയാവുന്ന, നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാവുന്ന ഒരു കുട്ടിയായിരുന്നു മിഥുനല്ലേ? ആണ്, തീർച്ചയായിട്ടും. ഈ വർഷം എല്ലാവരും പരിചയപ്പെട്ട് വരുന്നേ ഉള്ളൂ. ഈ അധ്യയന വർഷം വന്ന ഒരു കുട്ടിയാണ്, പുതുതായി വന്നു ചേർന്ന ഒരു കുട്ടിയാണ് 8ാം ക്ലാസ്സിലേക്ക്. അതുകൊണ്ട് എല്ലാവർക്കും അതിനെപ്പറ്റി കഴിവുകളെപ്പറ്റി അറിയാൻ സമയമായി വരുന്നതേ ഉള്ളൂ. അതാണ് ഒരു കാര്യം. അവരുടെ സഹപാഠികളൊക്കെ എത്തിച്ചേരുമില്ലേ? എല്ലാവരും എത്തിച്ചേരും. അതോടൊപ്പം തന്നെ മാതാപിതാക്കളും മറ്റ് ക്ലാസ്സുകളിലുള്ള എല്ലാവരും എത്തിച്ചേരും. പക്ഷെ നമുക്ക് സങ്കടകരമായ ഒരു വിഷയമാണ്. ഈ 4 മാസം ആയെങ്കിൽ പോലും അവൻ നിങ്ങൾക്ക് സാറിന് അത്ര പ്രിയപ്പെട്ടവനാണ്. സാറിന്റെ ആ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം അത്ര വികാരപരമായ സാർ സംസാരിക്കുന്നത്. 4 മാസമായപ്പോലും നിങ്ങളെയൊക്കെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട് കുട്ടിയിലെ. തീർച്ചയായിട്ടും നമ്മൾ ഓരോ കുട്ടിയും, മിഥുൻ എന്ന് പറഞ്ഞ വ്യക്തി മാത്രമല്ല, എല്ലാ കുട്ടികളും നമ്മുടെ ഒരു സ്വന്തം കുട്ടിയെ പോലെ കരുതിക്കൊണ്ടാണ് വർഷങ്ങളായിട്ട് ഇവിടെ പോകുന്നത്. ഇപ്പം ഏകദേശം 100 വർഷം കഴിഞ്ഞ ഒരു സ്കൂളാണ്. അന്നേരം സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ദുഃഖം എല്ലാ അധ്യാപകർക്കും അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഉണ്ട്. ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ മറ്റു കുട്ടികളുടെ കരച്ചിൽ കേട്ടാണോ സാർ ഓടി ഈ സ്ഥലത്തേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ തൊട്ടടുത്ത് ആ ഗ്രൗണ്ടിന്റെ തൊട്ടിപ്പുറത്തെ കടയുടെ മുമ്പിലാണ് ഞങ്ങൾ നിന്നത്. ഞാനും മറ്റധ്യാപകരും ഉണ്ട്. സാർ അപ്പോൾ കാണുന്ന ഒരു രംഗം എന്തായിരുന്നു? ഈ വൈദ്യുത ലൈനിന് മുകളിലേക്ക് കുഞ്ഞ് വീണ് കിടക്കുന്നതാണ്. അപ്പം നമുക്ക് ആ ഘട്ടത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്ന് വെച്ചാൽ എന്നിട്ടും നമ്മൾ ഒരു 5 മിനിറ്റ് പോലും 3 മിനിറ്റ് പോലും എടുത്തില്ല. നമ്മൾ അത്രയും പ്രതിസന്ധി ഘട്ടത്തിലും. എന്നിപ്പോൾ ചാനലുകാരുൾപ്പെടെ ഉള്ളവർ ആ ബെഞ്ചിന്റെ കാര്യം പറയുന്നുണ്ട്. ആ ബെഞ്ച് ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. ബെഞ്ച് വേറെ രീതിയിൽ അത് വെച്ചാണ് കയറിയെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എല്ലാ ചാനലും പറയുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായും സാർ, ഒരു സ്കൂളിൽ ഒരു കുട്ടി ഇത്തരത്തിൽ മരണപ്പെടുമ്പോൾ ഒരു സിസ്റ്റത്തെ എല്ലാവരും പരാതി പറയും. അതായത് വിദ്യാഭ്യാസ വകുപ്പിനായാലും വൈദ്യുത വകുപ്പിന് ആ പരാതി സ്വാഭാവികമായും ഇവിടെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇതേതാണ്ട് 9:30 തോന്നുന്നു ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്കൂളിന്റെ ക്ലാസ് ടൈം തുടങ്ങാൻ പോകുന്ന നേരത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്? ഒരിക്കലുമല്ല. ഇപ്പം റിപ്പോർട്ടർ ചാനൽ ഇവിടെ കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. അതിന്റെ റിപ്പോർട്ടറായിട്ടുള്ള സിജു ദേവസ്യ, അദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനടുക്കെ വ്യക്തമായും ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടി ഇല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ചാനൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ കാര്യം, 9 മണിക്ക് സ്കൂൾ തുറന്നു എന്നാണ് പറയുന്നത്. ഇവിടെ 9:45 9:45 സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു മുമ്പേ കുട്ടികൾ വരാറുള്ളത് പതിവാണ്. രക്ഷകർത്താക്കൾ, സാധാരണക്കാരെ കുടുംബക്കാർ, കൂലിപ്പണിക്ക് പോകുന്നവർ കുട്ടികളെ കൊണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ദൗത്യം. എന്തായാലും വലിയ വേദനയോടുകൂടിയാണ് സാർ ഇവിടെ കാത്തു നിൽക്കുന്നറിയാൻ. ഞാൻ രാവിലെ മുതലേ സാറിനെ ശ്രദ്ധിക്കുന്നുണ്ട്. സാറ് കുറെ സമയം വിതുമ്പുന്നത് കണ്ടിരുന്നു. എന്തായാലും ആ മൃതദേഹം എത്ര മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും സാർ? ഏകദേശം 11 മണി മുതൽ 12 മണി വരെ ഇവിടെ വെക്കും എന്നുള്ളത്, മൃതശരീരം ഇവിടെ വെക്കുമെന്നുള്ളത് രക്ഷാകർത്താവ് ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെയും അവിടെ പോയിരുന്നു, എല്ലാ അധ്യാപകരും പോയിരുന്നു. ഇന്ന് പൊതു അവധിയാണ്. എല്ലാ അധ്യാപകരും ഇവിടെയും ഉണ്ട്. അത് മറ്റ് സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും വരുന്നു. പക്ഷേ മൊത്തത്തിൽ പഴി ചാരുമ്പോൾ, ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പായാലും ശരി, എല്ലാവരും പഴി ചാരുമ്പോൾ
നമുക്ക് വേദനയോട് പറയുന്നത് നമ്മുടെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ആരും തിരക്കുന്നില്ല ഉള്ള ഒരു വിഷമമുണ്ട്. ആ കാര്യങ്ങളെപ്പറ്റി ആരും സൂചിപ്പിക്കുന്നില്ല. തീർച്ചയായിട്ടും സേതുലക്ഷ്മി അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഏറ്റവും അവസാനം മിഥുൻ എത്തുന്നത്. അതായത് ഈ അപകടം നടക്കുന്ന സമയത്ത് ഓടിയെത്തി മിഥുനെ അവിടെ നിന്നും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷം താങ്ങിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ അധ്യാപകനാണ്. നമ്മൾ എത്രയൊക്കെ ഈ അധ്യാപകരെ ഇവിടെ ഇങ്ങനൊരു പരാജയം അല്ലെങ്കിൽ ഇങ്ങനെ അവരുടെ ഭാഗത്തിന്റെ അശ്രദ്ധ ഉണ്ടായെന്ന് കുറ്റപ്പെടുത്തുമ്പോഴും പിന്നെ അധ്യാപകന്റെ തേങ്ങൽ അത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളെയും അവരൊരുപോലെ തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. എന്തായാലും